ഇപ്പൊ കുറച്ച് നേരമായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടാ. നമുക്ക് മിക്കുവിനും പിങ്കുവിനും ഒന്ന് അയച്ചിടൂ. ഭയങ്കര വെയില്. പിങ്കുമോള് വാ. പിങ്കു മതി. കാരണം എന്താണെന്നറിയാമോ, വെള്ളയും പപ്പിയും കൂടെ 24 മണിക്കൂർ അടിയ വഴക്ക. പപ്പി വേണ്ട ഇവിടെ ചോറെല്ലാം കളഞ്ഞോ. പപ്പി വേണ്ട പപ്പി പിന്നെ അയച്ചൂടാ. അമ്മച്ചേ ഞാൻ പിന്നെ അയച്ചു വിടാം. ഇതേ മതി. ഓ എന്റെ അമ്മച്ചേ, ചേച്ചിന് പോയത്. ഒരു യുദ്ധം കഴിഞ്ഞില്ല. ഇനി പിങ്കു എന്നെ തൊടുന്നേനാ. മിക്കുവിന്റെ വക അസൂയ. ഇല്ല, ഇങ്ങോട്ട് വാ. ഉമ്മൂമ്മി മേടിച്ചോണ്ട് വന്നല്ലേ ഉള്ളു. ഉമ്മൂമ്മി മേടിച്ചോണ്ട് വന്നേ ഉള്ളു കേട്ടോ. എടുക്കല്ലേ, ഞാൻ ഉമ്മൂമ്മ അല്ലോ എടുക്കലെന്ന് പറഞ്ഞില്ലേ പിഞ്ചു നിന്നോട്. പിന്നെ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചാലേ വേണ്ട. ഉമ്മൂമ്മി കാക്ക കൊണ്ടുവന്നു. ഉമ്മൂമ്മി വേണ്ട കാക്ക കൊണ്ടുവന്നു കേട്ടോ. കഥ തുറക്കട്ടെ. കഥ തുറക്കാൻ നോക്കിയിരിക്കാം. അവരുടെ മീൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്നേ ഉള്ളു. ഇനി ആ മീൻ കൂട്ടാൻ വെച്ചിട്ട് വേണം അവർക്ക് ചോറ് കൊടുക്കാൻ. ബഹളം ഒന്ന് തീർന്നിട്ട് വേണ്ട. ഞാൻ എന്താ പപ്പി അയച്ചു വിടാത്തത് അറിയാമോ? പപ്പിയും ബെല്ലയും കൂടെ നേർക്ക് നേരെ കണ്ട കൊരയാട്ടോ, ഒരു സമാധാനവും തരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പപ്പി അയച്ചു വിടാത്തത്. കാരണം ഭയങ്കര ശത്രുക്കളെ എന്തുവാന്ന് എനിക്കറിഞ്ഞുകൂടാ. പിന്നെ എനിക്ക് സമാധാനത്തോടെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇനിയും ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് അങ്ങനെ അടുക്കള സൈഡിലോട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ അങ്ങ് നിൽക്കും ഇവരെല്ലാവരും. പിന്നെ ബെല്ല കാണുമ്പോൾ ബെല്ല അവിടെ കിടന്ന്, പപ്പിയെ കാണുമ്പോൾ അവിടെ കിടന്ന പ്രശ്നമാണ്. ഇതാകുമ്പോൾ ഞാൻ ഇനി ജോലിയെല്ലാം കഴിഞ്ഞ് വടക്കാപ്പുറത്തോട്ട് വരുമ്പോഴേ പപ്പി അയച്ചിടാൻ പറ്റും. ഇതിപ്പോൾ തുറക്കണ്ടായാ എൻ്റെ തുറക്കുന്നത് നോക്കിയിരിക്കാം. എന്നെക്കാളും മുന്നേ കയറാൻ ഞാനിങ്ങനെ തുറക്കാൻ നിൽക്കട്ടെ. തുറക്കട്ടാ കതവ് തുറക്കട്ടാ. നിക്കൂ, കഥ തുറക്കട്ടെ. കഥ തുറന്നിട്ട് ഏതാണ്ട് എടുക്കുന്ന രീതിയിൽ എപ്പ കയറി പോന്നത്. തള്ളി തുറക്ക കേട്ടോ. തള്ളി തുറന്നു. ഇനിയിപ്പൊ എന്തത്തിന് പോവാന്നുള്ളതാ. നേരെ അടുക്കള മുറിയിലെ സെർച്ചിങ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാ മുറിയിലും കയറി ഇറങ്ങി ഇവിടെ പൂച്ചയുണ്ടോ, എലിയുണ്ടോ, പുലിയുണ്ടോ എന്നെല്ലാം എനിക്ക് മുന്നേ കയറി നോക്കുക കഥ തുറക്കുമ്പോഴേ. അപ്പം ഇത് അതിനകത്ത് പറ്റിയിരിക്കുന്നു. ഇപ്പം വേണ്ട, കംപ്ലീറ്റ് സെർച്ചിങ്. എല്ലാ മുറിയിലും കയറി ഇറങ്ങും. പൂച്ച ഉണ്ടോ നോക്കുക, എലിയുണ്ടോ നോക്കുക. ആ മുറിയിലൊന്നും ഇല്ല. ഇനി അടുത്ത മുറി. ആദ്യം അടുക്കളയിലോട്ടാ വന്നിട്ട് അടുക്കള ഇരിക്കുന്ന സാധനമൊക്കെ അവിടെ തന്നെ ഉണ്ടോ അവിടെ അല്ലോ. ലൈറ്റ് ഇട്ട ലൈറ്റ് ഇട്ട് തന്നു. നോക്കിക്കോ, വിശാലമായിട്ട് നോക്കിക്കോ. ഇനി അമ്മുമ്മയുടെ മുറിയിലുണ്ടാവല്ലോ. ഇനി അമ്മുമ്മയുടെ മുറിയിൽ പോവാ. അലമാരിയൊക്കെ തുറന്നിട്ടേച്ചാ അവളിമാര് സ്കൂളിൽ പോയേക്കുന്നത്. കണ്ടാ അലമാരിക്കകത്ത് വല്ലതും ഉണ്ടോ നോക്ക്. എല്ലായിടും ഒന്ന് കയറി, കട്ടിലൊക്കെ ഒന്ന് കയറി. ഇനി പോര് കണ്ട യൂണിഫോമൊക്കെ അവിടെ നിന്നൊന്നും പറ്റുമോ? ഇല്ലെങ്കിൽ അങ്ങ് അലമാരയുടെ മണ്ടക്കോട്ട് കയറ്. അലമാരയുടെ മണ്ടയ്ക്ക് വല്ലതും വെക്കുക. ഇതാണ് എവിടെയെങ്കിലും പോയിട്ട് വന്നാലേ ഞാൻ കഥ തുറക്കുമ്പോൾ ഒരവസ്ഥ. എന്നെക്കാളിലും മുന്നേ എല്ലാ മുറിയിലും കയറി ഇറങ്ങി നോക്കും വല്ലതൊക്കെ ഉണ്ടോ എന്ന്. കഴിഞ്ഞാ മിക്കോ നമുക്ക് അപ്പുറത്തെ മുറിയിലോട്ട്. അമ്മോ ബാ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. എങ്ങനാ അമ്പടി ഗേമി അതിന്റെ ഇടയ്ക്ക് അതും കൊണ്ട് പോയി. ഇങ്ങോട്ട് ചേച്ചി പറയാനേ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് കേട്ടാ. ചേച്ചിമാർ തലയിടുന്ന സാധനം വേണ്ടത് ഉണ്ടോ? ഇതും ഒരു പ്രശ്നമാ. എന്റെ അമ്മച്ചി അതെടുത്തേനാ മിക്കുവിന്റെ വക വഴക്ക്. ഇനി എനിക്ക് ധൈര്യമായിട്ട് പെരക്കകത്തോട്ട് കയറാവാ?
അല്ലേ അല്ലല്ലേ, ഡൈനിങ് ടേബിളിന്റെ മണ്ടക്കൊന്നും ഇല്ല കേട്ടോ, എനിക്ക് കാണാം വല്ലതും ഉണ്ടോന്ന് കേട്ടാ. ഉടനെ ഡൈനിങ് ടേബിളിന്റെ മണ്ടയ്ക്ക് വലിച്ചു പിടിച്ചാൽ കയറി. അപ്പൊ എങ്ങനെ എനിക്ക് ധൈര്യമായിട്ട് അടുക്കളയിട്ട് പോകാവോ? ഒന്നും ഇല്ലല്ലോ. സെർച്ചിങ് കഴിഞ്ഞോ? നിങ്ങളുടെ സെർച്ചിങ് കഴിയുമ്പോഴത്തേക്കിനും എനിക്കിവിടെ ജോലിയൊന്നും നടക്കത്തില്ല. കൊച്ചമ്മമാർക്ക് വിശക്കുന്നുണ്ടോ? നമുക്ക് അടുക്കളയിട്ട് മീൻ വെച്ചാലോ? മീൻ വെച്ചാലോ? പെണ്ണ് എന്ത് പോയി കാണിക്കുന്നത്? ഇനി എങ്ങുമില്ല, മുക്കും മൂല എല്ലാം ഞങ്ങൾ പരിശോധിച്ചു. ഇനി ധൈര്യമായിട്ട് അമ്മച്ചിക്ക് പരിക്കാത്ത ഇത് ജോലി അല്ലയോ? നേരത്തെ ഒക്കെ ഇവിടെ ചേര കയറുമായിരുന്നു കേട്ടോ. നമ്മളെവിടെയെങ്കിലും അടച്ചിട്ട് പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഓടിൻ്റെ മണ്ടയ്ക്ക് പെരയുടെ മണ്ടയ്ക്ക് കൂടെ ചേര കയറുമായിരുന്നു. പക്ഷെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ വന്നതിന് ശേഷം ഇവിടെ ചേര എഴുതി കൂടെ ഒന്നും അങ്ങനെ വലുതായിട്ട് വരത്തില്ല. എന്നാലും ഇടയ്ക്ക് മുറ്റത്തോടൊക്കെ പോകും. അപ്പം എങ്ങനെ